നമ്മുടെ പെൺകുട്ടികളുടെ ശോഭനമായ ഭാവി, അവരുടെ ജീവിതത്തിലെ ഐഹികവും പാരത്രികവുമായ നന്മയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് ആർക്കാണ്, അവരിലുണ്ടായിരിക്കേണ്ട ആദർശപരമായ ഗുണം എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് നടത്തിയ ഒരു പ്രസ്താവന പല ആളുകളെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കേട്ട് കാണും. നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ ചിലപ്പോൾ കോടീശ്വരനായ ഒരു മനുഷ്യനാണ് മകൾക്ക് വിവാഹം അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അന്വേഷണത്തിൽ ആ കോടീശ്വരനായ മനുഷ്യൻ സുന്നിയല്ലാത്ത ഈ ഭർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്താൽ അതേ നമ്മുടെ മകളുടെ ദീൻ നമ്മൾ നശിപ്പിച്ചു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അള്ളാഹു തന്ന മകളെ നമ്മൾ നരകത്തിന്റെ വഴിയിലേക്ക് ചേർത്തു. അവളെ കൊണ്ടുപോയി ഒരു സുന്നിയല്ലാത്തവന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ ഇത് രക്ഷിതാക്കൾ അവരുടെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സുന്നികൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അതിൽ യാതൊരു തർക്കവും ഇല്ല. കഴിയുന്നതും AP സുന്നിക്ക് തന്നെ കെട്ടിച്ചു കൊടുക്കണം. ഷജറ സുന്നികൾക്കോ അല്ലെങ്കിൽ ദക്ഷിണക്കാർക്കോ അല്ലെങ്കിൽ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ ആളുകൾക്കോ പോലും കെട്ടിച്ച് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇവിടെ ഉണർത്താനുള്ളത്. പക്ഷെ ഇപ്പോൾ പെൺപിള്ളേരുടെ നിലപാട് അവരെ ആരും കെട്ടിക്കേണ്ട എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെൺകുട്ടികൾ മാത്രമല്ല, സ്വന്തമായിട്ട് ഇജ്തിഹാദും തുടങ്ങിയിട്ടുണ്ട്. അവര് ചോദിക്കുന്നത് ഖദീജ ബീവി തന്റെ ഭർത്താവിനെ കണ്ടെത്തിയത് സ്വന്തം അനുഭവങ്ങളുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ എന്നൊക്കെ പെൺകുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ഈ പുത്തൻ പ്രസ്ഥാനക്കാരുടെയോ അല്ലെങ്കിൽ ഈ മുസ്തഫ മൗലവിയുടെയോ ചേകന്നൂരികളുടെയോ മറ്റോ ഒക്കെ പ്രചോദനം കൊണ്ടോ അല്ലെങ്കിൽ പ്രലോഭനം കൊണ്ടോ പ്രേരണ കൊണ്ടോ ഒക്കെയാണോ എന്നറിയില്ല. അപ്പൊ ഏതായാലും രക്ഷിതാക്കളോട് അവരുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ആർക്കാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത് എന്നത് സംബന്ധമായി മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കും പോലെ തന്നെ ഭർത്താക്കന്മാരെ പെൺകുട്ടികൾ സ്വയം കണ്ടെത്തുമ്പോൾ തങ്ങളുടെ ഇണ ആരായിരിക്കണം, ജീവിത പങ്കാളി ആരായിരിക്കണം എന്ന് സ്വയം കണ്ടെത്തുമ്പോൾ ആ ഭർത്താക്കന്മാരിൽ, തങ്ങളുടെ ഇണകളിൽ, തങ്ങളുടെ പങ്കാളികളിൽ ഈ പെൺകുട്ടികൾ ദർശിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധമായി കൂടി ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ പേരോട് ഉസ്താദിനെ പോലുള്ള ആളുകൾ കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നടക്കുന്നത് നിക്കാഹുകളാണ്, ഇൻകാഹല്ല. അതായത് ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു എന്ന് പറഞ്ഞ പോലെ, അതായത് നിക്കാഹ് കഴിക്കലാണ്, നിക്കാഹ് കഴിച്ച് കൊടുക്കലല്ല. അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒരു വലിക്കാരം വന്നിരിക്കുന്നത് അത് നിക്കാഹിന്റെ അർക്കാനുകളിൽപ്പെട്ടതാണ്. വലിയ ഉണ്ടായിരിക്കുക എന്നുള്ളത്, ഷാഹിദാനി ഉണ്ടായിരിക്കുക എന്നുള്ളത്, ഈജാബും കബൂലും ഉണ്ടായിരിക്കുക എന്നുള്ളത് എന്നൊക്കെയുള്ള നിലയ്ക്ക് ഒരു വലിക്കാരൻ സവ്വജത്തുക്ക വാങ്കഹത്തുക്ക പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മറിച്ച് ആ പങ്കാളി ആരായിരിക്കണം, ആ ഭർത്താവ് ആരായിരിക്കണം, ഇണ ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ സ്വയം നിർണയാവകാശം തങ്ങൾക്ക് തന്നെയാണ് എന്ന് പെൺകുട്ടികൾ വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ പെൺകുട്ടികൾ വിചാരിക്കാമോ? ഖിയാമത്ത് നാളിന്റെ അടയാളമായിരിക്കും പേരോട് ഉസ്താദെ. ഏതായാലും ഈ സാഹചര്യത്തിൽ പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ആ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഇണയിൽ ഉണ്ടായിരിക്കണം, ജീവിത പങ്കാളിയിൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ അഭിലഷിക്കേണ്ടത്, നിങ്ങൾ നിഷ്കർഷിക്കേണ്ടത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പെൺമക്കൾ അല്ലെങ്കിൽ അവരിൽ ഒരാള് തൻ്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആവുന്ന ആ പ്രതിശ്രുത വരനിൽ കണ്ട യോഗ്യത അൽ ഖവിയുൽ അമീൻ, അദ്ദേഹം ശക്തനും വിശ്വസ്തനുമാണ് എന്നുള്ളതാണ്. അപ്പൊ സത്യസന്ധത, വിശ്വസ്തത, മൂല്യബോധം, ധാർമ്മികത, സദാചാരനിഷ്ഠ പോലെയുള്ള സർവോപരി അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം പോലെയുള്ള മൗലികമായ ഗുണങ്ങളാണ്. അങ്ങനെയുള്ളവരെ വേണം തങ്ങളുടെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ
തങ്ങളുടെ ഇണകളായി തിരഞ്ഞെടുക്കാൻ എന്ന് നമ്മുടെ പെൺമക്കളോട് പറഞ്ഞു കൊടുക്കുന്ന, അവരുടെ രക്ഷിതാക്കളോടല്ല. അത് പറഞ്ഞോ, അത് പേരൂർ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ സൂറത്തുൽ ഖസസ് 26-ാമത്തെ ആയത്താണ്. ഖാലത്ത് യഹ്ദാഹുമാ യാ അബത്തിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ആ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെമ്മക്കളിൽ ഒരാൾ പറഞ്ഞു, യാ അബത്തി, എന്റെ പിതാവെ, ഇസ്തഅ്ജിറുഹു, അവനെ അങ്ങ് തൊഴിലാളിയായി നിയോഗിക്കുക. ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർത, താങ്കൾ തൊഴിലാളിയായി നിയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്കൃഷ്ടൻ അൽ ഖവിയ്യുൽ അമീൻ, വിശ്വസ്തനും ശക്തനുമായ ആളാകുന്നു. അപ്പോൾ ഇതൊരു വിവാഹ ആലോചനയിലേക്കുള്ള കവാടമായിരുന്നു എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ ഖുവ്വത്തിനെയും അമാനത്തിനെയും ഒക്കെ ആ പെൺകുട്ടി വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറയുകയാണ്. ഇങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഇക്കാലഘട്ടത്തിൽ 2026 നമ്മുടെ നാട്ടിലൊക്കെ വർദ്ധിച്ചു വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തൻ്റെ അനുയോജ്യനായ, തനിക്ക് എല്ലാം കൊണ്ടും ചേർന്ന ഒരു ഭർത്താവിനെ ദർശിച്ച ഖദീജ ബീവിയെ കുറിച്ചാണ് ഇന്ന് മുസ്ലിം യുവതികൾ, മുസ്ലിം പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ കൂടുതൽ ജ്വലിപ്പിക്കുകയും തങ്ങൾ ജീവിത പങ്കാളികളായി ആരെ തിരഞ്ഞെടുക്കണം, ഇണകളായി ആരെ തിരഞ്ഞെടുക്കണം എന്ന് പെൺകുട്ടികളോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു ഉത്ബോധനം കൂടി നടക്കേണ്ടതുണ്ട്. കാരണം തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗധേയം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ, നിർണയിക്കുന്നതിൽ തങ്ങൾക്ക് ഒരവകാശമുണ്ട്. അതല്ലാതെ ആ വിലായത്തിന്റെ അധികാരം വെച്ച് തങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോയി, ഏതെങ്കിലും തൊഴുത്തിൽ കൊണ്ടുപോയി തൻ്റെ വലിയന് കെട്ടാൻ അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരല്ല ഇന്നത്തെ പെൺകുട്ടികൾ എന്നുള്ളത് ഈ ആഖിർ സമാനിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൂടി ഒന്ന് ഇഅ്തിബാർ ചെയ്യണം, ഒന്ന് മുറാഅത്ത് ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.